നമസ്കാരം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. കാരുണ്യവതിയായ അമ്മയാണ് ആറ്റുകാലമ്മ. ആത്മാർത്ഥമായ പ്രാർത്ഥന അമ്മ കേൾക്കുക തന്നെ ചെയ്യും. ഇത് ഏവരുടെയും അനുഭവം തന്നെയാകുന്നു. അതിനാൽ തന്നെ സ്ത്രീകൾ പ്രത്യേകിച്ചും വീടിൻ്റെ സർവ്വ ഐശ്വര്യത്തിനായി എല്ലാ വർഷവും പൊങ്കാല സമർപ്പിക്കുന്നതുമാണ്. പൊങ്കാല എന്നാൽ നമ്മുടെ ശരീരമായ മൺകുടത്തിൽ ആത്മാവിനെ നാം ദേവിക്കായി സമർപ്പിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഇതിനാൽ തന്നെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഭക്തയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് പൊങ്കാല സമർപ്പിക്കൽ. ഏവർക്കും ആറ്റുകാലമ്മയ്ക്ക് മുൻപിൽ പൊങ്കാല സമർപ്പിക്കുവാൻ സാധിക്കണം എന്നില്ല. ഇതിനാൽ പലരും വീടുകളിൽ പൊങ്കാല സമർപ്പിക്കുന്നതുമാണ്. എന്നാൽ പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസമായ ഇന്ന് ചില കാര്യങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഇന്ന് രാത്രി അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യേണ്ടതുമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വീട്ടിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തുക്കളിൽ ഒന്നാണ് പഴകിയ ആഹാരം. ഇത്തരത്തിൽ ഉണ്ടാകുന്നത് അത് ദേവീകോപത്തിന് കാരണമാകാം. അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം പഴകിയ ആഹാരങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇന്ന് രാത്രി അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് ഈ കാര്യം നിർബന്ധമായും വീടുകളിൽ ചെയ്യേണ്ട ഒന്നാണ്. മത്സ്യം, മാംസം, ലഹരി എന്നീ വസ്തുക്കൾ നാളെ വീടുകളിൽ ഉണ്ടാകുന്നത് ദോഷകരമാണ്. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഇവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇവ വീടുകളിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല. പൊങ്കാല ഇടാത്തവരാണ് എന്നിരുന്നാൽ പോലും ഇവ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. പൊട്ടിയ പാത്രങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഗരുഡപുരാണ പ്രകാരം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗരുഡപുരാണ പ്രകാരം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീടുകളിൽ പൊട്ടിയ പാത്രങ്ങളുണ്ട് എങ്കിൽ ആ പാത്രങ്ങളിൽ നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരം അത് പ്രേതങ്ങൾക്ക് അല്ലെങ്കിൽ ദുരാത്മാക്കൾക്ക് അവകാശപ്പെട്ടതാകുന്നു. അതിനാൽ തന്നെ അത്തരം പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യരുത്. അത് നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും എന്നാണ് പറയുക. അതിനാൽ പൊട്ടിയ പാത്രങ്ങളും വീടുകളിൽ നിന്നും ഒഴിവാക്കുകയും അവയിൽ ആഹാരം പാചകം ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതാകുന്നു. കേടായ ഗൃഹോപകരണങ്ങളുണ്ട് എങ്കിൽ അവ വീടുകൾക്ക് നെഗറ്റീവ് ഊർജം പ്രദാനം ചെയ്യും. അതിനാൽ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അത് ദോഷമേ നൽകൂ. അതിനാൽ ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കേടായ ഗൃഹോപകരണങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ അവ തീർച്ചയായും വീടുകളിൽ നിന്നും ഒഴിവാക്കുക തന്നെ വേണം. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കണ്ണാടിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ വീടുകളിലുണ്ട്. അതിനാൽ തന്നെ പൊട്ടിയ കണ്ണാടി വീടുകളിൽ സൂക്ഷിക്കുന്നത് അത് ദോഷമേ നൽകൂ. പ്രത്യേകിച്ചും ആ വീടിനും വീട്ടുകാർക്കും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് ദോഷകരമാകുന്നു. പ്രത്യേകിച്ചും മുഖം നോക്കുന്നതും അതീവ ദോഷകരമാണ്. അതിനാൽ തന്നെ പൊട്ടിയ കണ്ണാടി വീടുകളിൽ നിന്നും തീർച്ചയായും ഇന്നേ ദിവസം തന്നെ ഒഴിവാക്കുക. പലരുടെയും വീടുകളിൽ ഓർമ്മയ്ക്കായി പല വസ്ത്രങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടാകും. എന്നാൽ അവയിൽ ചിലത് കീറിയതും ദ്രവിച്ചതുമാകാം. അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ വീടുകളിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യം പ്രധാനമായും ചെയ്യേണ്ടതാണ്. കാരണം അവ രോഗവും ദുരിതവും ദാരിദ്ര്യവും വീടുകളിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക. നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ തന്നെ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അവ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ചില വീടുകളിൽ പൈപ്പിൽ വെള്ളം ഇറ്റ് വീഴുന്നതായി കാണാം. ലീക്കേജ് ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ്. നിങ്ങളുടെ വീടിന് അത് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ആ വീടുകളിൽ ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കൈകളിൽ ധനം വരുന്നത് പോലെ തന്നെ ചെലവായി പോകും.
എന്നാണ് വാസ്തുപ്രകാരം പ്രധാനമായും പറയുവാൻ സാധിക്കുക. അത് ദോഷമാണ് എന്ന് വാസ്തുവിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ വീടുകളിൽ തീർച്ചയായും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ പുരോഗതി നഷ്ടപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് അത് ശരിയാക്കണം എന്ന് തന്നെ പറയാം. പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാന വാതിലിലൂടെയാണ് ലക്ഷ്മി ദേവിയും പോസിറ്റീവ് ഊർജവും വീടുകളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അത്രമേൽ പ്രാധാന്യം പ്രധാന വാതിലിനുണ്ട്. അതിനാൽ തന്നെ പ്രധാന വാതിലിൽ ഒരിക്കലും മാറാല പിടിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അലക്ഷ്മി സാന്നിധ്യം വീടുകളിലുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുക. അതിനാൽ പോസിറ്റീവ് ഊർജവും ലക്ഷ്മി ദേവിയും വീടുകളിലേക്ക് പ്രവേശിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും മാറാല തട്ടിക്കളയേണ്ടതാകുന്നു. പ്രധാന വാതിൽ പൊടി പിടിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും പൊടി ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പൊങ്കാലയ്ക്ക് മുൻപായി തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യേണ്ടതാകുന്നു. കട്ട്ലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ കട്ട്ല എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാകുന്നു. വീടുകളിൽ ഈ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെയാണ് ഉണങ്ങിയ ചെടികൾ. ഉണങ്ങിയ ചെടികൾ വീടുകളിലുണ്ട് എങ്കിൽ അത് ദുഃഖം വർദ്ധിക്കുന്നതിന് കാരണമാകും. അതിനാൽ പറിച്ച് ആരും ചവിട്ടാത്തിടത്ത് കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇന്നേ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഉണങ്ങിയ ഇലകളുണ്ട് എങ്കിൽ അവ വീടുകളിൽ നിന്നും മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ല എങ്കിൽ അത് സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതിന് തടസ്സമായി നിൽക്കും. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങൾ ഒഴിവാക്കുക. കൂടാതെ മുള്ളുള്ള ചെടികളുണ്ട് എങ്കിൽ അവ പാടില്ല എന്നാണ് പറയുക. അത്തരം ചെടികൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും. കൂടാതെ മൂർച്ചയേറിയ വസ്തുക്കൾ തുറസായ സ്ഥലത്ത് ഇന്നേ ദിവസം വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ സൂക്ഷിക്കുവാൻ മറക്കാതിരിക്കുക. ഈറൻ വസ്ത്രങ്ങൾ പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നതാണ്. അത് വീടുകളിലുണ്ട് എങ്കിൽ ശരിയായ രീതിയിൽ തന്നെ തൂക്കിയിടുവാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. അതിൽ ആദ്യത്തേതായി പറയുന്നത് അടിച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാകുന്നു. ഇന്നേ ദിവസം തുടച്ച് വൃത്തിയാക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. അതേപോലെ തന്നെ ഇന്നേ ദിവസം അടുക്കളയിൽ പാത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതും ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമായിരിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഉപ്പ്, മഞ്ഞൾ, കടുക് എന്നിവ അടുത്ത് തന്നെ വയ്ക്കുവാൻ, അതായത് ഒരേപോലെ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്തടുത്തായി തന്നെ വയ്ക്കുക. അടുപ്പ് വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. അടുപ്പ് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം അടുക്കള തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലം അടുക്കളയിൽ 4 ഭാഗങ്ങളിൽ തളിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അടുക്കളയിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും അടുക്കളയിൽ കുടികൊള്ളുന്ന ദേവതകളുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. അതേപോലെ തന്നെ വീടിന്റെ 4 മൂലകൾക്കും വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട്. അതിനാൽ തന്നെ വീടിന്റെ 4 മൂലകളിലും മഞ്ഞൾ ജലം തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പ്രധാന വാതിലിലും മഞ്ഞൾ ജലം തളിക്കുവാൻ മറക്കാതിരിക്കുക. ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ നിറയും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഇന്നേ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യേണ്ടതാണ്. വീട് ശുദ്ധി വരുത്തിയതിനു ശേഷം നാളെ പൊങ്കാല ഇടുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. അതിനാൽ വീട്ടിലെ ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധാപൂർവം ചെയ്യുവാൻ ശ്രമിക്കുക. ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.